റെയിൽവേയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു കുറ്റകൃത്യത്തിനാണ് 2016 ഓഗസ്റ്റ് 8 രാത്രി സാക്ഷ്യം വഹിച്ചത്. ഹോളിവുഡ് ആക്ഷൻ സിനിമകളെ പോലും വെല്ലുന്ന രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ മേൽക്കൂര തുരന്ന് കോടിക്കണക്കിന് രൂപ കവർന്ന ആ സംഭവം രാജ്യത്തെ സുരക്ഷാ ഏജൻസികളെ ആകെ അമ്പരപ്പിച്ചു. സേലത്ത് നിന്നും ചെന്നൈയിലേക്കുള്ള യാത്രക്കിടയിൽ നടന്ന ഈ വൻ കവർച്ച വെറുമൊരു മോഷണമെന്നതിലുപരി ഇന്ത്യൻ പോലീസിന്റെയും കുറ്റാന്വേഷണ ഏജൻസികളുടെയും കാര്യക്ഷമതയെ വെല്ലുവിളിക്കുന്ന ഒന്നായിരുന്നു. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും സായുധരായ പോലീസുകാരുടെ കാവലുമുള്ള ഒരു പ്രത്യേക ബോഗിയിൽ നിന്ന് പുറംലോകമറിയാതെ 5.5 കോടിയിലധികം രൂപ അപ്രത്യക്ഷമായതെങ്ങനെ എന്നത് ഇന്നും ഒരു അത്ഭുതമായി അവശേഷിക്കുന്നു. സേലം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്നും ചെന്നൈയിലെ റിസർവ് ബാങ്ക് ഓഫീസിലേക്ക് അയച്ച പഴയതും എന്നാൽ പ്രചാരത്തിലുള്ളതുമായ നോട്ടുകളാണ് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 325 കോടി രൂപ മൂല്യമുള്ള നോട്ടുകൾ 226 തടിപ്പെട്ടികളിലായാണ് ട്രെയിനിന്റെ പാഴ്സൽ വാനിൽ അവ അടുക്കി വെച്ചിരുന്നത്. സേലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ പെട്ടികൾ ലോഡ് ചെയ്തത്. പരിശോധനകൾക്ക് ശേഷം ബോഗി കൃത്യമായി ലോക്ക് ചെയ്യുകയും സീൽ വെച്ച് മുദ്ര വയ്ക്കുകയും ചെയ്തു. ഈ ബോഗിക്ക് തൊട്ടടുത്തുള്ള കോച്ചിൽ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള 18-അംഗ സായുധ പോലീസ് സംഘം കാവലുണ്ടായിരുന്നു. രാത്രി 9 മണിയോടെ സേലം സ്റ്റേഷനിൽ നിന്ന് ചെന്നൈ എഗ്മൂർ ലക്ഷ്യമാക്കി ട്രെയിൻ നീങ്ങി തുടങ്ങുമ്പോൾ ആ ബോഗിക്കുള്ളിൽ നടക്കുന്ന വിചിത്രമായ കാര്യങ്ങളെക്കുറിച്ച് കാവൽ നിന്നിരുന്ന പോലീസുകാർ പോലും അറിഞ്ഞിരുന്നില്ല. ഓഗസ്റ്റ് 9 പുലർച്ചെ 3:57 ട്രെയിൻ ചെന്നൈയിൽ എത്തിയെങ്കിലും രാവിലെ 11 മണിയോടെ മാത്രമാണ് RBI ഉദ്യോഗസ്ഥർ പെട്ടികൾ ഏറ്റുവാങ്ങാനായി എത്തിയത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ സീൽ പൊട്ടിച്ച് വാതിൽ തുറന്ന ഉദ്യോഗസ്ഥർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ട്രെയിനിന്റെ മേൽക്കൂരയിൽ കൃത്യമായി ഒരാൾക്കിറങ്ങാൻ പാകത്തിൽ 2 അടി വീതിയുള്ള ചതുര ദ്വാരം ഉണ്ടാക്കിയിരിക്കുന്നു. 4 പെട്ടികൾ പൂർണ്ണമായും കാലിയാക്കപ്പെട്ടിരുന്നു. മൊത്തം 5.78 കോടി രൂപയാണ് കൊള്ളക്കാർ അപഹരിച്ചത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ മുകളിൽ കയറി അതിശക്തമായ കാറ്റിനെയും ട്രെയിനിന്റെ കുലുക്കത്തെയും അതിജീവിച്ച് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് കട്ടിയുള്ള ഇരുമ്പ് പാളികൾ മുറിച്ചു മാറ്റുക എന്നത് അസാമാന്യമായ മെയ്വഴക്കവും മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പും ആവശ്യമായ ഒന്നായിരുന്നു. തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അഭിമാന പ്രശ്നമായി മാറി. പണത്തിന് കാവലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നോ അതോ ഉറങ്ങിപ്പോയതാണോ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു. കേസ് അന്വേഷണം ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് CID ഏറ്റെടുത്തു. സേലം മുതൽ ചെന്നൈ വരെയുള്ള 12 സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ അവർ അരിച്ചുപെറുക്കി. 2000-ഓളം റെയിൽവേ ജീവനക്കാരെയും യാത്രക്കാരെയും ചോദ്യം ചെയ്തു. എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസിന് യാതൊരുവിധ സൂചനകളും ലഭിച്ചില്ല. ഈ മോഷണം നടന്നത് എവിടെ വെച്ചാണെന്ന് പോലും കൃത്യമായി നിശ്ചയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിലാണ് സാങ്കേതിക വിദ്യയുടെ സഹായം പോലീസ് തേടിയത്. മോഷണം നടന്ന ദിവസം ട്രെയിൻ കടന്നുപോയ പാതയിലുള്ള മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അടുത്ത അന്വേഷണം. ലക്ഷക്കണക്കിന് ഫോൺ കോളുകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർ 10ഓളം നമ്പറുകൾ സംശയത്തിന്റെ നിഴലിലുണ്ടെന്ന് കണ്ടെത്തി. ഇതിനിടയിൽ കൊള്ള നടന്ന സമയം കൃത്യമായി മനസ്സിലാക്കാൻ അന്വേഷണ സംഘം നാസയുടെ സഹായം തേടിയെന്ന വാർത്തകളും പുറത്തുവന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്തപ്പോൾ സേലത്തിനും വിഴുപ്പുറത്തിനുമിടയിലുള്ള വിജനമായ പ്രദേശത്ത് വെച്ചാണ് മേൽക്കൂര മുറിച്ചതെന്ന് ബോധ്യപ്പെട്ടു. വിഴുപ്പുറം കഴിഞ്ഞാൽ ട്രെയിൻ ഇലക്ട്രിക് ലൈനുകളിലേക്ക് താഴെയായാണ് സഞ്ചരിക്കുന്നത്. ഇലക്ട്രിക് ലൈനുകൾക്ക് താഴെ വെച്ച് മേൽക്കൂര മുറിക്കുക എന്നത് അസാധ്യമായതിനാൽ ട്രെയിൻ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് ഓടിയിരുന്ന ഭാഗത്ത് വെച്ചാണ് കൊള്ള നടന്നതെന്ന് പോലീസ് ഉറപ്പിച്ചു. അന്വേഷണം നീണ്ടത് മധ്യപ്രദേശിലെ കുപ്രസിദ്ധമായ പാർദി ഗോത്രവർഗക്കാരായ ക്രിമിനൽ സംഘങ്ങളിലേക്കാണ്. മധ്യപ്രദേശിലെ ഗുണ ജില്ലയിലുള്ള മോഹൻ സിംഗ് എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. ഇവർ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ട്രെയിനുകളിൽ നിന്നും മോഷണം നടത്തുന്നതിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. കൊള്ള നടത്തിയ ശേഷം ഇവർ പണം വിവിധ സ്ഥലങ്ങളിലായി ഒളിപ്പിച്ചു. എന്നാൽ മോഷണം കഴിഞ്ഞ് മാസങ്ങൾക്കകം ഇന്ത്യയിൽ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് കള്ളന്മാർക്ക് വലിയ തിരിച്ചടിയായി. മോഷ്ടിച്ച നോട്ടുകൾ ഭൂരിഭാഗവും പഴയ 500-ന്റെയും 1000-ന്റെയും നോട്ടുകളായിരുന്നു. അവ മാറ്റിയെടുക്കാൻ ശ്രമിച്ചതും ആഡംബര ജീവിതം നയിക്കാൻ തുടങ്ങിയതും പോലീസിന് ഇവരെ കണ്ടെത്താൻ സഹായകരമായി. മറ്റൊരു പ്രധാന വെല്ലുവിളി ഈ നോട്ടുകൾ തിരിച്ചറിയുക എന്നതായിരുന്നു. നശിപ്പിച്ചു കളയാനായി RBIയിലേക്ക് കൊണ്ടുപോയ നോട്ടുകളായതിനാൽ അവയുടെ സീരിയൽ നമ്പറുകൾ രേഖപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിടിച്ചെടുക്കുന്ന പണം ഈ മോഷണത്തിൻ്റെതാണെന്ന് കോടതിയിൽ തെളിയിക്കുക പ്രയാസകരമായിരുന്നു. എങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ 2 വർഷത്തിന് ശേഷം 2018 പ്രതികളെ പിടികൂടാൻ തമിഴ്നാട് പോലീസിന് സാധിച്ചു. മോഹൻ സിംഗും സംഘവും ട്രെയിനിന്റെ മുകളിൽ കയറി കിടന്നാണ് ഈ മാരക സാഹസം ചെയ്തതെന്ന് വെളിപ്പെടുത്തി. ഈ കേസ് ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കാരണമായി.
പണം കൊണ്ടുപോകുന്ന ബോഗികളുടെ ഘടന പരിഷ്കരിക്കാനും കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും അധികൃതർ നിർബന്ധിതരായി. ഈ മഹാകൊള്ള ഒരു പാഠമായി ഇന്നും സുരക്ഷാ ഏജൻസികളുടെ മുന്നിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.